അതിൻ്റെ 1 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ബാക്കി പ്രതിവാക്യമായി വായിക്കാം. 18-ാം സങ്കീർത്തനം 1 മുതൽ 30 വരെയുള്ള വേദഭാഗം. എല്ലാവരും വിശ്വസിക്കുന്ന 18-ാം സങ്കീർത്തനം 1 മുതൽ 30 വരെയുള്ള വേദഭാഗം. എന്റെ ഫലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പാതാള ഭാഷകൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ അഗ്നികളും എന്നെ തുടർന്ന് പിടിച്ചു. ഭൂമി ഞെട്ടിപ്പിറച്ചു, അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരുകൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവനന്തകാലത്തെ തന്റെ മറവും ജലതമസിനെയും ആകാശമേഖലയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. യഹോവ ആകാശത്തിൽ മുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. യഹോവേ, നിന്റെ ഭത്സനത്താൽ നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ, പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവരിലും ബലമേറിയരായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ച് എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ദയാലുവോട് നീ ദയാലുവാകും, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനും. വലിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. 29-30 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. നമ്മളെ സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. Yeah.
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്. കർത്താവിൽ ആനന്ദിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളെ എടുത്തു മാറ്റിയ ഒരു ദൈവമുണ്ട്, നമ്മുടെ സങ്കടങ്ങളെ എടുത്തു മാറ്റിയ ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, നിരാശയുടെ വാക്കുകൾ നിന്റെ ചെവിയിലെത്തുമ്പോൾ, പ്രതിസന്ധിയുടെ വാക്കുകൾ നിന്റെ ജീവിതത്തിലെത്തുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലഭിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കോ, ഞാൻ നിന്നെ ശക്തീകരിക്കോ, ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മാറായുടെ കൈപ്പിനെ ഹല്ലേലൂയ, സ്തോത്രം, മധുരമാക്കുന്ന ദൈവ, ഈ മരുഭൂമി യാത്ര അനുഗ്രഹമാക്കുന്ന ദൈവ. ഹല്ലേലൂയ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിതൂണുമായി നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനാൽ സന്തോഷത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം പാടിയതുപോലെ എന്റെ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ തൊടുവാൻ ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, യാതൊരു പാതാള ശക്തിക്കോ യാതൊരു സംഹാരദൂതനോ നിന്നെ തൊടുവാൻ കഴിയില്ല. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന, നിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്തമുണ്ട്. ആവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ അടിക്കലേക്ക് നീ കടന്നു വന്നിരിക്കുമ്പോ അവസ്ഥകളിലേക്ക് നാം കടന്നു പോകേണ്ടതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകേണ്ടതായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹസമ്പന്നനായ ദൈവ, മഹാദൈവമായവൻ നമ്മളെ സ്നേഹിച്ച് വഴി നടത്തുന്ന അവന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം കരമുടിയേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മളെ വിടിവിച്ച, നമ്മളെ പരിപാലിച്ച് വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ.
നീയല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ കാല ദിവസങ്ങളോട് ചേർന്ന് ഒരുപാട് കർത്താവ് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവേ. അല്ലെങ്കിൽ ആ സ്തോത്ര പാട്ടുകൾ പാടി ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. സമയം ദൈവവചനത്തിന് ഭാര്യയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കേൾക്കുന്ന വചന വഴിയും കർത്താവ് കേൾക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ദൈവം അവിടുന്ന് കർത്താവെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന ദൈവകൃപയെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധി. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം ഈ പകൽക്കാലമായിട്ട് പെരുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാൻ ബോധ്യപ്പെടുത്തുവാൻ ഈ ഒരു ഭൂമി യാത്രയിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. 18-ാം സങ്കീർത്തനമാണ് ഇന്ന് പകലിൽ നാം വായിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നത്. സ്തോത്രം. അതിൻ്റെ ഹെഡിങ്ങിൽ ഇപ്രകാരം വായിക്കുന്നു: സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് സ്തോത്രം ഈ 18-ാം സങ്കീർത്തനം. സ്തോത്രം. അതിൻ്റെ 30 വരെയുള്ള വേദഭാഗങ്ങൾ ആണ് ഇന്ന് പകൽക്കാലം നാം വായിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നത്. അതിൽ നിന്ന് ചില ആലോചനകൾ ദൈവസന്നിധിയിൽ അറിയിച്ച് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന സ്തോത്രം ഇസ്രായേലിൻ്റെ മധുരഗായകനായിരിക്കുന്ന ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ സ്തോത്രം ദൈവഭക്തനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ പല സ്തോത്രം പ്രതിസന്ധികളും കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സ്തോത്രം. ശമൂവേലിന്റെ 1-ാം പുസ്തകം നാം പരിശോധിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം 2-ാം പുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ സ്തോത്രം ദൈവം സ്തോത്രം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതും രാജാവാക്കുന്നതും അതുപോലെ തന്നെ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും പ്രതിസന്ധികളും സ്തോത്ര സ്വന്തം ഭവനത്തിൽ നിന്നും അതുപോലെ തന്നെ സ്തോത്രം മറ്റ് ശത്രുക്കളിൽ നിന്നും തനിക്കുണ്ടാകുന്ന പ്രതികൂല അവസ്ഥകളൊക്കെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. എന്നാൽ സ്തോത്രം ഇവിടെ ഹെഡിങ്ങിൽ വായിക്കുന്നു, അവനെ സകല ശത്രുക്കളിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് എഴുതിയ സങ്കീർത്തനമാണ് ഈ 18-ാം സങ്കീർത്തനം. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പാടുകയാണ്. സ്തോത്രം. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അവന്റെ ജീവിതത്തിൽ വിടുതൽ നൽകിയപ്പോൾ സ്തോത്രം
ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ബലമായ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദാവീദ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അവന്റെ ബലം എന്ന് പറയുന്നത്, ദാവീദിന്റെ ശക്തി എന്ന് പറയുന്നത് താൻ ആശ്രയിച്ചിരുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ബലവും അപ്രകാരം തന്നെയായിരിക്കണം. സ്തോത്രം. നമ്മുടെ ആശ്രയവും നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും ആരായിരിക്കണം? നാം ആരാധിക്കുന്ന ദൈവമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ അവന്റെ ആശ്രയമായിരിക്കണമെന്ന് ഹല്ലേലൂയ സ്തോത്രം. ആശ്രയമായിരിക്കേണ്ടത്, അവന്റെ ബലമായിരിക്കേണ്ടത് ഹല്ലേലൂയ ദൈവമായിരിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഇപ്രകാരം ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. ഇന്ന് പകലിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവവൈദ്യന്റെ ബലം എന്ന് പറയുന്നത് അത് അവന്റെ ദൈവമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെല്ലാം സ്തോത്രം, അവർ ദൈവത്തിൽ അല്ലെങ്കിൽ ബലപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരോട് കൂടെയുണ്ട് എന്നും ദൈവം അവരെ ശക്തീകരിക്കുമെന്നുള്ള ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ തന്നെ നാമും ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ എന്തൊക്കെ വന്നാലും, ഏതൊക്കെ ഹല്ലേലൂയ പ്രതിബന്ധനങ്ങൾ ഉയർന്നു വന്നാലും ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. അവൻ ആണ് എൻ്റെ ബലം. അവനല്ലാതെ യാതൊരു സ്തോത്രം ശക്തിയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 കൽപ്പനയിൽ 1-ാമത്തെ കൽപ്പന ഇപ്രകാരമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തെ യഹോവയെ നമസ്കരിക്കണം. ആ ദൈവത്തെ നമസ്കരിക്കണം. അവനെ അല്ലാതെ ഭൂമിയിൽ ഒന്നിനെയും ആരാധിക്കുകയോ ഹല്ലേലൂയ സ്തോത്രം യാതൊന്നിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇതിന് മറുപടി പറയുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. നെബൂഖദ്നേസർ രാജാവേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ കയ്യിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ പ്രാപ്തനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്തു തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആശ്രയിക്കുവാൻ കഴിയുന്ന അനേക ശക്തികളുണ്ട്, ആശ്രയിക്കുവാൻ കഴിയുന്ന അനേക ആളുകളുണ്ട്, ആശ്രയിക്കുവാൻ കഴിയുന്ന അനേക സ്വന്തം ബന്ധങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അതെല്ലാം സ്വന്തം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, അതെല്ലാം നൈമിഷികമാണ് എന്ന്, അതിന്റെ ശക്തി മാറിപ്പോകുമെന്നോ, അതിന്റെ ബലം മാറിപ്പോകുമെന്നോ, അതിന്റെ ശക്തി ക്ഷയിച്ചു പോകുമെന്നോ അറിഞ്ഞ് മനസ്സിലാക്കിക്കോ.
സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തെ ആശ്രയിച്ച വ്യക്തിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ താൻ വനാന്തരത്തിലിരിക്കുമ്പോൾ തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, നിന്റെ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് വിരുന്ന്? ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇസ്രായേലിലെ പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്നിട്ടല്ലാതെ അവൻ പന്തിയിൽ ഇരിക്കില്ല എന്ന് സ്തോത്രം ആളുകൾ ഹല്ലേലൂയ സ്തോത്രം ദാവീദിനോട് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം താൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൂരെ നിന്ന് തന്നെ ഹല്ലേലൂയ ദാവീദ് ആ ഭവനത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ വേണ്ടിയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ തന്റെ സഹോദരന്മാരുണ്ട്, ആളുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ മരുഭൂമിയിലും ഏകാന്തതയിൽ കിടന്ന ദാവീദ് വരുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശമൂവേൽ കണ്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ശമൂവേൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ഇവൻ തന്നെയാണ്. അവന്റെ കയ്യിലിരിക്കുന്ന കൊമ്പ് തൈലക്കൊമ്പ് ചലിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം വെറുതെ അല്ല ഈ ദൈവവാദത്തിൽ നീ കടന്നു വന്നിരിക്കുന്നത്. യാദൃശ്ചികമായിട്ടല്ല നീ ദൈവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിനെ ആക്കി വച്ചിരിക്കുന്നത് ഈ ദൈവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് ആലോചനയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അനുസരണപ്പെട്ട് പോകുന്ന ഹല്ലേലൂയ സ്തോത്രം ആളുകളുടെ നടുവിൽ ദൈവത്തിനെ നിയോഗിച്ചിരിക്കുകയാണ്. ദൈവത്തോട് അനുസരിക്കാതെ ദൈവത്തിന് കൂടുതൽ അനുസരിക്കുന്ന വ്യക്തികളെ ദൈവം ആരാണെന്ന് അറിയിക്കുവാൻ ദൈവത്തിനെ തിരഞ്ഞെടുത്തിരിക്കുക. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവം ബലമാണെന്ന് പറയുവാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം തന്റെ ഭവനത്തിൽ അനേക ബലവാന്മാരുണ്ടായിരുന്നു, അനേക പോരാളികൾ ഉണ്ടായിരുന്നു, അനേക പടനായകന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിവുള്ളവർ അല്ലെങ്കിൽ സ്തോത്രമുണ്ടായിരുന്നു, ശക്തിയുള്ളവരുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ആർക്കും വേണ്ടാതെ അല്ലെങ്കിൽ സ്തോത്രം മാറിക്കിടന്ന് ദാവീദിനെ ദൈവം അല്ലെങ്കിൽ സ്തോത്രം ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നവர்கள் ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതൽ അല്ലെങ്കിൽ സ്തോത്രം നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നും ദൈവത്തിന് നിന്നെ കുറിച്ച് ആലോചനയുണ്ട് എന്നും ദൈവത്തിന് നിന്നെ കുറിച്ച് ചില നിയോഗങ്ങളുണ്ട് എന്നും വെറുതെയല്ല നീ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, യാദൃശ്ചികമായിട്ടല്ല നീ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ നിന്നെ ഉപയോഗിക്കുന്ന അനേക ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ ഈ 2024 ഈ വർഷത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതികളുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ച് ആലോചനകളുണ്ട്. കഴിഞ്ഞ നാടുകളിലേക്ക് നോക്കുമ്പോൾ നഷ്ടങ്ങളായിരിക്കാം നിനക്കുണ്ടായിരിക്കുന്നത്. നിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവീദ് പറയുകയാണ്, എന്റെ ബലമായ ഭൂമി. നമ്മുടെ ബലം ആരായിരിക്കണം? ആരാധിക്കുന്ന ദൈവമായിരിക്കണം. സ്തോത്രം. വലിയ ദൈവദാസന്മാര് പറഞ്ഞതുപോലെ ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തി ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അവരുടെ ഉള്ളിൽ ഉറപ്പുണ്ടായിരുന്ന ദൈവം വിടിവിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ ബലം എന്ന് പറയുന്നത് ആശ്രയിക്കുന്ന ദൈവമായിരിക്കണം. ദാവീദ് പറയുകയാണ്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ
സ്തോത്രം. ഹല്ലേലൂയ. നാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. അതിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അതിന്റെ 14-ാമത്തെ വാക്യം. ഇല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹങ്ങൾ തന്നെ പറയുകയാണ്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. 14-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ എങ്ങനെയാണ് ആകുന്നത്? സ്തോത്രം. അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നാം അവന്റെ സ്നേഹിതന്മാരാകും. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, സ്തോത്രം, ദൈവമേ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മളെ കാണണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നാം യഥാർത്ഥമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവം എന്നെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? യേശു പറയുകയാണ്, എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ ആയി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറയുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃപകളെ ഹല്ലേലൂയ, സ്തോത്രം, അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതോ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതോ നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് അവന്റെ കൽപ്പനകളെ നാം ചെയ്യുവാൻ, അനുസരിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ ഹല്ലേലൂയ, സ്തോത്രം, ബഹുമാനിക്കുവാൻ, അപ്രകാരം ചെയ്യുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നാം അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സകലതും നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എതിർപ്പുകൾ വരാം, പ്രതിസന്ധികൾ വരാം, ഉപദ്രവങ്ങൾ വരാം, കഷ്ടങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, ഹല്ലേലൂയ, ശോധനകൾ കടന്നു വരാം. എന്നാൽ സകലതും നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതെല്ലാം നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, സ്തോത്രം,
ദൈവം നമ്മുടെ ബലമാണ്. അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ വായ് കൊണ്ട് പറയാതെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ അത് പ്രാവർത്തികമായിരിക്കുന്ന നിലകളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത്തെ വാക്യം പറയുകയാണ്, ദുഷ്ടനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. സുസ്ഥിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ സ്തോത്രം ദാവീദ് ഓർക്കുകയാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം ദാവീദിനെ വിടുവിച്ചു. സ്തോത്രം. എപ്രകാരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. സ്തോത്രം. അവിടെ പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ട് തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. സകല ശത്രുക്കളിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിച്ച് അവന്റെ സിംഹാസനത്തെ ഉറപ്പിച്ചപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ ഇന്ന് പകലിൽ നാം ആയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ത് ആണ് എന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ്. ഇവിടെ പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി വരിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അഗാധമായിരിക്കുന്ന പ്രവാഹങ്ങളുടെ നടുവിൽ ഞാൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 24-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ശൗലും സ്തോത്രം ഹല്ലേലൂയ ദാവീദും ഹല്ലേലൂയ സ്തോത്രം ഒരുമിച്ച് ഒരു ഗുഹയിൽ അവർ ഒരുമിച്ച് കടന്നു വരുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ദാവീദിനോട് കൂടെയുള്ളവർ അവനോട് പറയുകയാണ്, ഇതാ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്, അവനെ കൊന്നു കളയുക എന്ന് ദാവീദിനോട് ആളുകൾ പറയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ്, അവനോട് ദോഷകരമായി ഒന്നും ചെയ്യരുത്. എന്നാൽ ശൗൽ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോൾ ദാവീദ് ശൗലിനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, രാജാവേ, ഇന്ന് പകൽ എന്റെ ദൈവം നിന്റെയും എന്റെയും ഒരു ഗുഹയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, എന്നാൽ എനിക്ക് നിന്നെ കൊന്നു കളയാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ അഗ്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തന്റെ കയ്യിൽ ഏന്തിയിട്ട് പറയുകയാണ്, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ശത്രുവിന്റെ ശക്തികൾ നിന്റെ മുമ്പാകെ കടന്നു വന്നപ്പോൾ, നിന്റെ മുമ്പാകെ എതിർപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ശത്രുവിന്റെ ബാഹുല്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നശിക്കപ്പെടാമായിരുന്ന നിമിഷങ്ങളിൽ, തകർന്നു പോകാവുന്ന നിമിഷങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാറിപ്പോകാവുന്ന രാത്രിയുടെ യാമങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. മരണപാശങ്ങളെ ചുറ്റി അഗാധ പ്രവാഹങ്ങളെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. ഇന്ന് പകലിൽ
ശക്തികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്, അവിടെ നിന്ന് പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാറ്റും കോളും അടിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഗെന്നേസരേത്ത് തടാകത്തിന്റെ നടുവിൽ അമരത്ത് തലയണ വെച്ച് യേശു കിടന്നുറങ്ങുമ്പോൾ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ടോ? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അമരത്ത് യേശു തലയണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത കാറ്റും കടലും അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കര വിട്ട് മറ്റേ കരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ ഉറപ്പുണ്ടായിരുന്നില്ല അടുത്ത കര ഇവർ കാണുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പ്രഭാതം ഇവർ കാണുമെന്ന്, അവരുടെ സ്വന്തക്കാരെ കാണുമെന്ന്, അവരുടെ മക്കളെ കാണുമെന്ന്, അവരുടെ കുടുംബക്കാരെ കാണുമെന്ന് അവർ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. പരിചയസമ്പന്നമായിരിക്കുന്ന ഗെന്നേസരേത്ത് തടാകത്തിന്റെ അല്ല ഗലീല തടാകത്തിന്റെ നടുവിൽ കാറ്റും തോളും ആഞ്ഞടിക്കുന്ന പടകിന് നേരെ ഉറങ്ങിക്കിടക്കുന്ന യേശു വളരെ കഷ്ടപ്പെടുന്ന ശിഷ്യന്മാര് അവർ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ നശിച്ചു പോകും. എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങൾ. അവർ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ഞങ്ങൾ ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, നശിച്ചു പോകും. അതിന് നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ? ഇന്ന് പകൽക്കാലം ജീവിത പടകിൽ ഹല്ലേലൂയ, കാറ്റും കോളും നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, മണിക്കൂറുകൾ ഹല്ലേലൂയ, സ്തോത്രം, അന്ധകാരത്തിന് നീ നടുവിലായിരുന്നപ്പോൾ ആരെന്നെ സഹായിക്കും, ആരെന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തും, ആരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആരെനിക്ക് വേണ്ടി നടുവിൽ നിൽക്കുമെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ച നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം മരണത്തിന്റെ കൈകളിൽ നിന്ന് നിന്നെ വിടുവിച്ചിട്ട് നിന്നെ നിർത്തിയ ഒരു ദൈവമുണ്ട് എന്ന് നീ മറന്നുപോകരുത്. സകലതും തീർന്നു, ഇതോടുകൂടെ ഞാൻ തീർന്നു എന്ന് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയപ്പോ അവിടെ നിന്ന് ദൈവം ആരംഭിച്ചതാ. അല്ലെങ്കിൽ ഈ 2024 രണ്ടാമത്തെ ആഴ്ചയിൽ നീ ഇവിടെ ആയിരിക്കുന്നത്, നീ ഫുൾ സ്റ്റോപ്പ് നിന്ന് ദൈവം തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് പകൽ ആലയത്തിന്റെ ഉള്ളിൽ നീ ആയിരിക്കുന്നത്. നീ പലപ്പോഴും മാറിപ്പോകേണ്ട അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏലിയാവിനെ പോലെ പലരുടെയും വാക്ക് കേട്ട്, പലരുടെയും ശബ്ദം കേട്ട് മതി യഹോവേ മതി, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മരണത്തെ ആഗ്രഹിച്ച നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ദാനിയേലിനെ പോലെ ഹല്ലേലൂയ, നീ സിംഹത്തിന്റെ ഗുഹയിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നാളത്തെ പ്രഭാതം എനിക്ക് കാണുവാൻ കഴിയുമോ ഇല്ലായോ എന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവിന്റെ അനുഭവത്തിലേക്ക് നീ തള്ളപ്പെട്ടപ്പോൾ നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ച് കൊണ്ടുപോയി ഇന്ന് പകൽക്കാലം നടച്ച് നന്മയുടെ ദൈവം തുറന്നത് ഇന്ന് വഴി നീ മറന്നുപോകരുത്. ദൈവം
ആകാശങ്ങൾ വളഞ്ഞപ്പോൾ അവിടെ നിന്നും നമ്മളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പറയണം, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നാം പറയണം, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരണം, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണം, ആ ദൈവ കൃപയിലേക്ക് കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്നോ ആഴത്തിൽ നിന്നോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം നീ ആലയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ ഉറപ്പ് നീ പ്രാപിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുവാൻ ഒത്തിരി അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. 40 പേർ ശപഥം ചെയ്ത് ഉപവാസം എടുത്ത് പറഞ്ഞു, ഞങ്ങൾ അവനെ കൊന്നിട്ടല്ലാതെ ഈ ഉപവാസം മുറിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കടലിലൂടെ നടന്നു പോകുക, കടലിലൂടെ അല്ലെങ്കിൽ കപ്പലിലൂടെ കടന്നു പോകുമ്പോൾ ഈശാനമൂലൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ഹല്ലേലൂയ സ്തോത്രം വടകിനെ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദ്വീപിൽ കടന്നു ചെന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കടന്നു ചെല്ലുമ്പോഴും അവനെ ഹല്ലേലൂയ സ്തോത്രം തീ ആയിപ്പോഴും ഒരു വിഷജന്തു അവന്റെ കൈക്ക് ചുറ്റിപ്പിടിച്ചു. സ്തോത്രം. ഇവൻ എന്തോ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു. ദ്വീപിലെ ഹല്ലേലൂയ സ്തോത്രം പ്രമാണികൾക്കും ആളുകൾക്കും ഹല്ലേലൂയ സ്തോത്രം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യം അന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം പൗലോസ് അനുഭവിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ആരൊക്കെ നിനക്ക് നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും, ഏത് ഈശാനമൂലത്തിന്റെ ജീവിതത്തിനെ കടന്നു വന്നാലും, ആഴ്ചകളോളം ഇരുട്ടിൽ കഴിഞ്ഞാലോ, ഉറപ്പ് പ്രാപിച്ചോണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ കള്ളന്മാരാണ്, കള്ള സഹോദരന്മാരാണ്, പട്ടിണിയാലുള്ള പല പ്രതിബന്ധനങ്ങളും അനുഭവിച്ച പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പകൽക്കാലം ആ ദൈവ സ്നേഹത്തിലേക്ക് പകൽക്കാലം ആ ദൈവ കൃപയിലേക്ക് പകൽക്കാലം നമുക്ക് മടങ്ങി വരാം. അവൻ ദാവീദ് പറയുകയാണ്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ ബലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്നെ വിടുവിച്ചവനാണ്. നീ എന്നെ സഹായിച്ച ദൈവമാണ്. പകൽക്കാലം കർത്താവിനോട് പറയാൻ, യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട്. വിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ, കർത്താവിന്റെ സ്നേഹിതന്മാരായി തീരുവാൻ
കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ വിളിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രകാരം മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിലനിർത്തണമേ. ദൈവകൃപയാൽ ഞങ്ങളെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ